ഇന്നലെ ഒരു ഭാര്യയായ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. അത് കോമൺലി ആയിട്ടുണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് ആയതിനാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാതെ വിചാരിച്ചു. ആ ഭാര്യ എന്നോട് ചോദിച്ചു, പകൽ സമയത്ത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സ്വന്തം ഭർത്താവ് ആ ഭാര്യയോട് കൂടി സംയോഗത്തിൽ ഏർപ്പെട്ടു, അതിൻ്റെ വിധി എന്താണെന്ന്. അപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കഴിയുന്നവർ സംയോഗത്തിൽ ഏർപ്പെട്ടാൽ, അതായത് ജിമാഹ് ചെയ്താൽ മൂന്നാലൊരു കഫാറത്ത് ചെയ്യണമെന്നാണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്യം. ഒന്നാമത്തത് മുഅ്മിനായ ഒരു അടിമയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തുടർച്ചയായിട്ട് 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം. അതിൽ നിന്ന് ഒരു ദിവസം വിട്ടുപോയാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം. അതായത് ഞാനൊരു 10 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റു, 11ാമത്തെ നോമ്പ് എനിക്ക് മിസ്സായി, വീഡിയോ 12, 13 അങ്ങനെ നോറ്റുപോയി, എന്നാൽ അത് ശരിയാവുകയില്ല. വീണ്ടും ആദ്യം മുതൽ 1 മുതൽ തുടങ്ങിയിട്ട് 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. ഇനി രണ്ടാമത്തെ ഓപ്ഷനും സാധിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു അവസരം എന്നുള്ളത് 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വെച്ച് ഭക്ഷണം നൽകുക. ഈ ഒരു 3 രീതിയിലാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സ്വന്തം ഭാര്യയുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെട്ട ഒരാളുടെ കഫാറത്ത് പശ്ചാത്താപത്തിൻ്റെ വിധികൾ കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിബന്ധനകൾ, ഈ കാര്യങ്ങൾ ചെയ്യൽ അത്യാവശ്യമാണ്. ഇൻഷാ